നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26, 2026 വ്യാഴം. ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോളറ്റാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കൂടാതെ യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഇന്ന് ജനീവയിൽ ആരംഭിക്കുകയും ചെയ്യും. IT, ഓട്ടോ സ്റ്റോക്കുകൾക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് ഇന്നലെ നിഫ്റ്റിക്ക് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 2991.64 കോടി രൂപയ്ക്ക് വീണ്ടും ബൈയിങ് നടത്തുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 5118.57 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 25,900 എന്ന ലെവൽ അപ്പർ സൈഡിലേക്കും 25,300 എന്ന ലെവൽ ലോവർ സൈഡിലേക്കും ബ്രേക്ക് ചെയ്യാത്തടത്തോളം കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരിക്കും നിഫ്റ്റിയിൽ സംഭവിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. നോവ അയൺ സ്റ്റീൽ, ജോൺ കോക്കറിൽ ഇന്ത്യ, ഇന്ദ്രയാണി ബയോടെക് തുടങ്ങിയ കമ്പനികൾ ഇന്ന് അവയുടെ Q3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡേറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. കൂടാതെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ഒന്നും തന്നെ ഇന്ന് നിലനിൽക്കുന്നതുമില്ല. യുഎസിൽ നിന്നും ഹെവി വെയിറ്റ് സ്റ്റോക്കായ എൻവിഡിയ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായത്. കമ്പനിയുടെ റവന്യൂവിൽ മാത്രം ഇയർ ഓൺ ഇയർ ബേസിൽ 65% നേട്ടം കൈവരിക്കുവാനുമായി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇൻഫോസിസ്, വിപ്രോ ADRകൾക്ക് 3% നേട്ടത്തോടുകൂടിയും ICICI ബാങ്ക് ADRന് 0.25%, ആക്സിസ് ബാങ്ക് ADRന് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 1.25%-അടുത്തും HDFC ബാങ്കിന് 0.5%-യും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ പ്രസിഡന്റ് ട്രംപിന്റെ യൂണിയൻ സ്പീച്ച് മാർക്കറ്റിന് ഡൈജസ്റ്റ് ആയതിനെ തുടർന്നും ജയന്റ് സ്റ്റോക്കായ എൻവിഡിയയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് US മാർക്കറ്റുകൾക്ക് ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി. തൽഫലമായി S&P 500ന് 0.5%-ലേറെയും നാസ്ഡാക്കിന് 1.25%-യും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിൽ നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 54 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 1%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 0.25% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 2%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയും വിലയില് 0.5% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വില 71.16 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $65.77 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5190.42 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ട് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.65 എന്ന നിലയിലും മാക്സ് പെയിൻ 25,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ബൗൺസ് ബാക്ക് നടത്തുവാൻ സാധിച്ചെങ്കിലും സ്ട്രെങ്തിലുണ്ടായ വീക്ക്നെസിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല 20, 50, 100 EMOകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും നിഫ്റ്റിക്ക് വരികയുണ്ടായി. RSI 46.77 എന്ന ലെവലിലായിട്ട് നിലകൊള്ളുന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,600 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.08 എന്ന നിലയിലും മാക്സ് പെയിൻ 61,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സെഷന് ശേഷം ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിച്ച ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും അപ്പർ ആൻഡ് ലോവർ
ഓവർ ഷാഡോസോട് കൂടിയിട്ടുള്ള സ്മോൾ ബോഡീഡ് റെഡ് ക്യാൻഡിലാണ് ദൃശ്യമാകുന്നത്. RSI 57.09 എന്ന ലെവലിലായിട്ടും നിലകൊള്ളുന്നു. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 61,000 എന്ന സ്ട്രൈക്കിലാണ് ഹോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 61,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുക. 61,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്കും കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ടും സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സനോഫി ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 32.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 18% കുറവ് രേഖപ്പെടുത്തുകയുണ്ടായി. KSB പ്രോഫിറ്റിൽ 10.8% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 7.9% വർധനവും രേഖപ്പെടുത്തി. സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ ഇന്ത്യ പ്രോഫിറ്റിൽ 50.1% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 47% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഫോസ്കോ ഇന്ത്യ പ്രോഫിറ്റിൽ 35% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 37% വളർച്ചയും രേഖപ്പെടുത്തി. ഷൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ആഭ്യന്തര ഫാർമ കമ്പനിയിൽ നിന്ന് കമ്പനിക്ക് 423 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. ലുപ്പിൻ ഫെബ്രുവരി 25 ഇന്നലെ മഹാരാഷ്ട്രയിലെ GST വകുപ്പ് കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസിൽ പരിശോധനയും തിരച്ചിലും ആരംഭിക്കുകയുണ്ടായി. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി ₹2.70 പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡ് നൽകുവാൻ കമ്പനിയുടെ ബോർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. KP എനർജി ഗുജറാത്തിൽ 40.8 മെഗാവാട്ട് കാറ്റ് സൗരോർജ ഹൈബ്രിഡ് പവർ പ്രൊജക്ടിന്റെ വികസനത്തിന് കമ്പനിക്ക് എനർപാർക്ക് എനർജിയിൽ നിന്ന് പുതിയൊരു ഓർഡർ ലഭിക്കുകയുണ്ടായി. റെയിൽ വികാസ് നിഗം ഛത്തീസ്ഗഡിലെ കരന്തൂരിൽ ടൗൺഷിപ്പ് വികസിപ്പിക്കുന്നതിനായി നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് 371.69 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. ACME സോളാർ ഹോൾഡിംഗ്സ് കമ്പനി അതിന്റെ അനുബന്ധ സ്ഥാപനമായ ACME സൂര്യോദയ വഴി രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.